ഹലോ, ഇന്ന് ഞാനൊരു പ്രോട്ടീൻ ബോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഇത് ഉണ്ടാക്കി തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി തീരുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾ കുട്ടികളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലിപ്പോൾ അടുക്കള പറഞ്ഞാൽ നമ്മളാണല്ലോ, ഇഷ്ടമുള്ളത്രയും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ. ആദ്യം വേണ്ട സാധനം അരിയാണ്. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത അരി തണുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമുക്ക് 1 കപ്പ് എള്ളാണ് വേണ്ടത്. എള്ള് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം ക്രഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നന്നായി പൊടിഞ്ഞു പോകാൻ പാടില്ല. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചെറിയതും നമ്മൾ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യണം. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നിലക്കടലയാണ്. നിലക്കടല നന്നായി റോസ്റ്റ് ചെയ്യണം. അത് തണുത്ത ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. ഒരുപാട് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഏകദേശം 1 കപ്പോളം തന്നെ വെല്ലം പാവ് കാച്ചിയതാണ്. ഇത് ഒട്ടിപ്പിടിക്കുന്ന പരുവമല്ല, കുറച്ച് ലൂസായിരിക്കണം. അതിനുശേഷം നമ്മൾ ഈ പൊടിച്ച പൊടികളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ആദ്യം 1 സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം വെല്ലം കാച്ചിയതൊഴിച്ച് നമുക്ക് പതുക്കെ ഇളക്കിയെടുക്കാം. ചെറു ചൂടോടെ വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി മയം വരുത്തി ഉരുട്ടിയെടുക്കണം. അങ്ങനെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യം നമുക്ക് തന്നെ കഴിച്ചു നോക്കിയാലോ. നല്ല സോഫ്റ്റാണ്, നല്ല മധുരമുണ്ട്. നമ്മൾ എത്രത്തോളം വെള്ളപ്പാവ് കാച്ചി ഒഴിച്ചിട്ടാണോ കുഴയ്ക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ സോഫ്റ്റ്നെസ്. നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കൂടി ഇരിക്കും.